എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു സർക്യൂട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ സർക്യൂട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കളർഫുൾ ആയിട്ടൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ സർക്യൂട്ട് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കിയാലോ. നമ്മൾ ഇതുവരെ കണ്ട സർക്യൂട്ട്സ് എല്ലാം തന്നെ നമ്മൾ ബ്രെഡ് ബോർഡോട് യൂസ് ചെയ്ത് ചെയ്യുന്നത്. ആർഡിനോ മാത്രമല്ല, അതിനൂടെ നമ്മൾ ബ്രെഡ് ബോർഡ് വെച്ച് കണക്ട് വയേഴ്സ് കണക്ട് ചെയ്ത് ജം വയേഴ്സ് അങ്ങനെ കണക്ട് ചെയ്ത് റെസിസ്റ്റർ വെച്ച് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തത്. അല്ലെങ്കിൽ റെസിസ്റ്ററിന് പകരം നമ്മൾ സെൻസർ വെച്ചു, പിന്നെ അല്ലെങ്കിൽ മോട്ടർ വെച്ച് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്തത്. നമ്മളിപ്പോ ഒരു 4x4 കീപാഡും ഒരു അർഡിനോയും വെച്ച് നമ്മൾ എങ്ങനെയാ നമ്മുടെ കീപാഡ് പ്രിന്റ് ചെയ്ത് വരുന്നുള്ള സർക്യൂട്ട് നമ്മളിപ്പോ നോക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു അർഡിനോ വേണമായിരുന്നു. നമ്മൾ അർഡിനോ എടുത്തിട്ടുണ്ട് നമ്മൾ ടിൻഡർ കാർഡിൽ നിന്ന്. അർഡിനോ R3 എഴുതി എടുത്തിട്ടുണ്ട്, കണ്ടോ? അർഡിനോ R3. പിന്നെ നമ്മൾ എടുത്തതെന്ന് അറിയോ, ഒരു കീപാഡ് 4x4 കീപാഡാണ് എഴുതിയിരിക്കുന്നത്. ഈ 4x4 കീപാഡിന് ഒരു 4 റോസ് ഉണ്ട്, 4 റോസ്. റോ 1, റോ 2, റോ 3, റോ 4. പിന്നെ 4 കോളംസ് ഉണ്ട്. കോളം 1, കോളം 2, കോളം 3, കോളം 4. നമ്മൾ അതിനെ അർഡിനോയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പൊ എങ്ങനെ കണക്ഷൻ പോയിക്കെന്ന് നോക്കിയാലോ. നമ്മള് ആദ്യം തന്നെ നമ്മുടെ കീപാഡിന്റെ റോ 1 എടുത്ത് നമ്മൾ അർഡിനോയുടെ 13 പിന്നിലേക്ക് കൊടുത്തു. പിന്നെ നമ്മൾ റോ 2 എടുത്ത് 12 പിന്നിലേക്ക് കൊടുത്തു. റോ 3 എടുത്ത് നമ്മള് 11ലേക്ക് കൊടുത്തു. റോ 4 എടുത്ത് നമ്മൾ 10ലേക്കും കൊടുത്തു. ഓക്കെ, നമ്മൾ പിന്നെ നെക്സ്റ്റ് ചെയ്തതെന്ന് വെച്ചാല് കോളം 1 എടുത്തു. കോളം 1 എടുത്ത് 9 കൊടുത്തു. കോളം 2 എടുത്ത് 8 കൊടുത്തു. കോളം 8 കൊടുത്ത കണ്ടല്ലോ. കോളം ഒരേ ആ ജംബോയ്സിന്റെ കളർ നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്ക്. അത് പിന്നെ കോളം 2 കാണിക്കും. കോളം 2 നമ്മുടെ ഒരു ഗ്രേ കളറാണ്. കോളം 2 കണ്ടോ. കോളം 2 നമ്മൾ എവിടെ കൊടുത്തിരിക്കുന്നത്? 8ലേക്ക് കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് കോളം 3 നമ്മൾ റെഡ് കളറാണ്. അത് നമ്മൾ എവിടെ കൊടുത്തിരിക്കുന്നു? 7ലേക്ക് കൊടുത്തിരിക്കുന്നു. കോളം 4 യെല്ലോ കളർ നമ്മളത് 6ലേക്ക് കൊടുത്തിരിക്കുന്നു. D6ലേക്ക് കൊടുത്തിരിക്കുന്നു. അതായത് ഡിജിറ്റൽ പിൻ 6ലേക്ക് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ കീപാഡിന്റെ 8 പിൻസും, അതായത് റോ 4ഉം കോളം 4ഉം നമ്മൾ അർഡിനോയുടെ ഡിജിറ്റൽ പിൻസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ പിൻ 13 തൊട്ട് ഡിജിറ്റൽ പിൻ 6 വരെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വേറെ ഒരു അഡീഷണൽ കണക്ഷൻസ് ഒന്നും കാണാനില്ല. നമുക്ക് നമ്മുടെ നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് വരാന് നമ്മൾ ഈ കീപാഡ് ടച്ച് ചെയ്യുമല്ലോ. കീപാഡ് ടച്ച് ചെയ്യുമ്പോൾ നമ്പർ നമുക്ക് വരണമല്ലോ. സ്ക്രീനിൽ നമ്മൾ ഫോണിൽ ടച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മൾ നമ്പർ പ്രസ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ അങ്ങനെ വരത്തില്ലേ. അത് ഇത്രയും സിമ്പിൾ ആയിട്ടൊരു സർക്യൂട്ട് മതി കേട്ടോ. അപ്പൊ നമ്മൾ ഇതിനു വേണ്ടിയുള്ള പ്രോഗ്രാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ കോഡ് കാണിക്കാം നിങ്ങളെ. ഇതാണ് നമ്മുടെ അതിനു വേണ്ട കോഡ്, കണ്ടോ. നമ്മൾ 4 റോസിനെയും 4 കോളംസിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആദ്യമേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹെക്സാ കീസ് യൂസ് ചെയ്തിട്ടുണ്ട് റോസും കോളംസും വരാൻ വേണ്ടി, കണ്ടോ. അപ്പൊ നമുക്കൊന്ന് ഇത് നോക്കിയാലോ, സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്ത് നോക്കിയാലോ. സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്ത ശേഷം ഇപ്പൊ ഞാൻ ഓൾറെഡി സീരിയൽ മോണിറ്റർ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് സീരിയൽ മോണിറ്റർ വന്ന് കിടക്കുന്നത്. ഞാൻ 7 പ്രസ് ചെയ്ത് ടച്ച് ചെയ്തിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. നമ്മുടെ സർക്യൂട്ട് ചെക്ക് ചെയ്തതാണ്. അപ്പൊ സീരിയൽ മോണിറ്റർ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ താഴെ നമ്മൾ സീരിയൽ മോണിറ്റർ എടുക്കണം. ഓക്കെ, ഇവിടെ സീരിയൽ മോണിറ്റർ ഇപ്പൊ ഞാനത് എടുത്തോണ്ട് അങ്ങനെ വന്ന് കിടന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ സീരിയൽ മോണിറ്റർ ഇവിടെ കോഡിന്റെ താഴെ ഇങ്ങനെ വന്ന് കിടക്കും. നമ്മൾ സീരിയൽ മോണിറ്റർ സെലക്ട് ചെയ്യും. ഓക്കെ, സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കണ്ടോ. ഇപ്പൊ കാണിച്ചിടായേ. ഞാൻ ഇവിടെ 8ൽ ടച്ച് ചെയ്തു, അപ്പൊ 8 വന്നു. ഞാൻ 4ൽ ടച്ച് ചെയ്തു, 4 വന്നു. ഞാൻ 1ൽ ടച്ച് ചെയ്തു, 1 വന്നു. ഞാൻ 2ൽ ടച്ച് ചെയ്തു, 2 വന്നു. കണ്ടോ, ഓരോ നമ്പറും ഓരോ ലൈനായിട്ട് വരാനാണ് നമ്മൾ കോഡ് കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് ഓരോ നമ്പറും ഓരോ ലൈനിലായിട്ടാണ് വരുന്നത്, കണ്ടോ. ഇത് നമുക്ക് ഇങ്ങോട്ട് കാണണമെങ്കിൽ സെക്കൻഡ് സർക്യൂട്ട് കൊണ്ട് ഇങ്ങോട്ട് മാറ്റാം. സർക്യൂട്ട് കൊണ്ട് മാറ്റുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കത്തില്ല, കണ്ടോ. അതിനോട് അപ്പുറത്ത് അങ്ങ് പോകുന്നേ ഉള്ളൂ, കണ്ടോ. ഞാൻ എ ടച്ച് ചെയ്തു, ഇപ്പൊ എ വന്നു, കണ്ടോ. ബി ടച്ച് ചെയ്ത് ബി വന്നു. സി ടച്ച് ചെയ്ത് സി വന്നു, കണ്ടോ. ഡി ടച്ച് ഡി വന്നു, കണ്ടോ. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന സർക്യൂട്ടിനെ വെരി സിമ്പിൾ സർക്യൂട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവുന്നുള്ള സർക്യൂട്ടിന്റെ എക്സ്പ്ലനേഷനും സർക്യൂട്ട് കണക്ഷനും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന 4x4 കീപാഡ് വിത്ത് ഹെൽപ്പ് ഓഫ് അർഡിനോ, അതാണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന സർക്യൂട്ട്, കണ്ടോ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒത്തിരി ഹെവി പ്രൊജക്ട്സ് ഒന്നും വേണ്ട. ഈ പ്രൊജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഈ കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ കുറച്ചുകൂടെ ഭംഗിക്കും, പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പല കളർ ജംവൈസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ വയസ്സിന്റെ കളറൊക്കെ മാറ്റിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടോ. പ്രത്യേകിച്ച് വേറെ ഇതിൽ എക്സ്ട്രാ കണക്ഷൻസ് ഒന്നും വരുന്നില്ല. ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു എന്താ അർഡിനോയുടെ ഹെൽപ്പോടെ ചെയ്യുന്ന ഒരു പ്രൊജക്ട് നമുക്ക് കാണിക്കണമെങ്കിൽ ഈ പ്രൊജക്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.